ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എൻ്റെ ഒരു NHSൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇറ്റ് വാസ് ഗുഡ്, ആക്ച്വലി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് മുന്നേ എനിക്കൊരു ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ എന്ന് പറയുന്നത് ഒരു NHS ഇൻ്റർവ്യൂ MLA പോസ്റ്റിലേക്കായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് റൗണ്ട് സ്കിൽസ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൽ ഞാൻ ക്വാളിഫൈഡ് ആയി. പിന്നെ സെക്കൻഡ് റൗണ്ടിലേക്ക് ഒരു 4 to 5 പീപ്പിളിനെയാണ് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെലക്ട് ചെയ്തത്. പിന്നെ സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ക്വാളിഫൈഡ് ആയില്ല. അങ്ങനെയാണ് ഇതിന് മുന്നത്തെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. അതും എത്ര ആപ്ലിക്കേഷൻ ഇട്ടിട്ടാണ് ഒരു 4-5 ഇൻ്റർവ്യൂ കോള് വന്നതെന്നുള്ളത് ഈ NHSൽ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാനൊരു 120 ആപ്ലിക്കേഷൻസ് ഇട്ടിട്ടാണ് അതിൽ 5 ഷോർട്ട് ലിസ്റ്റഡ് ആയത്. അത് എല്ലാം ഒന്നും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല. ഒരെണ്ണം ഒരു ക്ലറിക്കൽ ഓഫീസറിൻ്റെ, അത് പിന്നെ പാർട്ട് ടൈം ആയതുകൊണ്ട് ഞാൻ വിട്ട് കളഞ്ഞതാണ്. പിന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫാർമസി അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഈസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈസി ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം, NHSൽ യൂഷ്വലി എല്ലാ ഇൻ്റർവ്യൂസിനും ജനറൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ട്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏത് ജോബ് റോളിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോബ് റോളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതും ഇങ്ങനെ തിയറിയും കാര്യങ്ങളൊന്നുമല്ല, എല്ലാവർക്കും അറിയാമല്ലോ. സിനാരിയോ ബേസ്ഡ് അവിടുത്തെ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തെ കാര്യങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നൊരു 10-15 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ചോദിച്ചത് ഇപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ മറന്നുപോയി. എന്തുകൊണ്ടാണ്, വാട്ട് മോട്ടിവേറ്റ്സ് യു ടു അപ്ലൈ ഫോർ ദിസ് പൊസിഷൻ, അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഹൗ ഡു യു, അതായത് നിങ്ങൾ ഒരു ഈ വേർ ഡു യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ 5 years എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, അതിനെ തന്നെ വേറൊരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട് എന്ത് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്ത് ഡെവലപ്മെൻറ്റ്സ് സ്വയം നേടാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. പിന്നെ ഫാർമസി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫാർമസിയിൽ ഫേസ് ചെയ്യേണ്ടി വരിക, അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അത് പറയാൻ. പിന്നെ വന്നത് സ്റ്റോക്ക് മാനേജ്മെൻറ്റിനെ പറ്റി ചോദിച്ചു. പിന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ വാർഡിൽ നിങ്ങൾ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചത്, ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഈ ഫാർമസി അസിസ്റ്റൻ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അതാണ്. പിന്നെ നിങ്ങൾ വെയിറ്റൊക്കെ എടുത്ത് പൊക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിലുണ്ടോ, അതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ചോദിച്ചു. പിന്നെ ചോദിച്ചത് ട്രസ്റ്റിൻ്റെ വാല്യൂസ്, അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. ട്രസ്റ്റിൻ്റെ വാല്യൂസ് അത് എങ്ങനെ ആണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. പിന്നെ ചോദിച്ചത് നിങ്ങൾ ആദ്യമായിട്ടൊരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുവാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ആദ്യമായിട്ടാണ് നിങ്ങളത് ഫേസ് ചെയ്യുന്നത്, അതിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ വന്നിട്ടുള്ളത്, ഇപ്പം നിങ്ങൾക്കൊരു ഒരു മിസ്റ്റേക്ക് പറ്റി, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റി, അപ്പോൾ അത് പേഷ്യൻസിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ സീനിയർ സൂപ്പർവൈസറോട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോട് നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കും.
അതായത് അത് തുറന്ന് പറയാമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നോട്ട് ടു ബി, അത് ഹൈഡ് ചെയ്യാൻ പാടില്ല. കാരണം അത് പേഷ്യൻറ്റിൻ്റെ ഹെൽത്തിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് യു ഷുഡൻ ഹൈഡ് എനിത്തിങ്. അത് കഴിഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. കാരണം ഇൻ കേസ് ഇത് ഇങ്ങനെയൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്നുള്ളത്. അത് കുറച്ച് ട്വിസ്റ്റഡ് ആയിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് ആൻസർ പറയാൻ. കാരണം നമ്മളങ്ങനെ ഫേസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് കുറച്ച് ഇതായിരുന്നു. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അയ്യോ അതായത് പുറമേ നിന്നൊരു ആൾ നിങ്ങളോട് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ച് വിളിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്ത് പറയും ആ സമയത്ത്? അപ്പം നമ്മൾ ആ പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റീൻ്റെ കാര്യവും അത്തരം കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ അവസാനം അവർ ഇൻ്റർവ്യൂ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് നിങ്ങൾ എന്തായാലും എന്തെങ്കിലും ചോദിക്കണം. കാരണം വെറുതെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നുള്ള ഒരു ഇതല്ലേ വരിക. അപ്പം ഞാൻ ചോദിച്ചത്, എനിക്ക് ഈ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടീമിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. പിന്നെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവരത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പം അതായത് NVQ ഏതൊക്കെ ലെവൽ എടുത്തു തരും, നിങ്ങൾക്ക് പിന്നെ അടുത്ത ബാൻഡിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അങ്ങനെയാണ് ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത എപ്പോഴെങ്കിലും ആനുവൽ ലീവ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ നെക്സ്റ്റ് വീക്ക് ബുക്ക് ചെയ്തിട്ടുള്ള കാരണം നെക്സ്റ്റ് വീക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഷെഫീൽഡല്ലേ താമസിക്കുന്നത്? അപ്പം ലണ്ടൻ എന്ന് പറയുന്നത്, ലണ്ടനിൽ നിന്നും കുറച്ചും കൂടെ പോകണം, കുറച്ച് ദൂരെയാണ് സ്ഥലം. അപ്പം വർക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ റീലൊക്കേറ്റ് ചെയ്യുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു NHS ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻ്റർവ്യൂ ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്പം തന്നെ ഫ്രഷായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസൊക്കെ മറന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ അങ്ങ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഐ ഡെഫിനറ്റ്ലി ടെൽ യു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. Bye.